ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് പട്ടാമ്പി വിശേഷങ്ങളാണ്. പട്ടാമ്പിയിലെ നിലവിലെ പാലത്തിനോട് ചേർന്നിട്ട് ഒരു പുതിയതായിട്ട് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏറെ ചർച്ചയായ സ്ഥലമായിരുന്നു ഓങ്ങല്ലൂർ ഭാഗം. ഓങ്ങല്ലൂർ ഭാഗത്ത് ഒരു ചെറിയ പാലം നിർമ്മിച്ചിട്ട് പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. അതുകൂടാതെ പട്ടാമ്പി കുളപ്പുള്ളി റോഡിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കൂടിയാണ്. അപ്പോൾ ഇതാണ് പട്ടാമ്പി ജംഗ്ഷൻ. ഞാൻ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നാണ്. ഈ പട്ടാമ്പി ജംഗ്ഷൻ്റെ അവിടെ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുഴികളുള്ള സ്ഥലത്തൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ സൈഡിലൊക്കെ ചെറിയ വർക്ക് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടാമ്പി കുളപ്പുള്ളി റോഡ് തുടങ്ങുന്നത് നിള ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന്. നിള ഹോസ്പിറ്റലിൻ്റെ അവിടെ തുടങ്ങിയിട്ട് പിന്നീട് കുളപ്പുള്ളി IPTൻ്റെ അവിടെയാണ് ഈ റീച്ച് അവസാനിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷനാണ് ഈ റോഡ് വർക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പട്ടാമ്പി പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ജാസ്മിൻ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ പട്ടാമ്പി ജംഗ്ഷനിൽ നിന്നും നേരെ നമ്മൾ പഴയ പാലത്തിൻ്റെ അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ പഴയ ഒരു വലിയ ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് കാണാനില്ല, കാരണം കുറച്ചൊന്ന് റോഡ് വീതി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ റെയിൽവേ മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടെ നേരെ നമ്മൾ പോകുന്നത് പഴയ പാലത്തിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ ഈ മേൽപ്പാലത്തിൻ്റെ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ടാണ്, പക്ഷേ മേൽപ്പാലത്തിൻ്റെ അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാലാണ് നമ്മളെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പട്ടാമ്പി പാലം കാണുന്നത് കേട്ടോ. നോക്കി നിങ്ങൾ, ആ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലതു ഭാഗത്തായിട്ട് കാണുന്നത് നമ്മളെ പഴയ പട്ടാമ്പി പാലം കേട്ടോ. ഏകദേശം ഒരു കൊല്ലം മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നത്. അന്ന് പാലത്തിൻ്റെ ഒക്കെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 പ്രളയം അതിജീവിച്ചതാണ് നമ്മളെ പഴയ പട്ടാമ്പി പാലം കേട്ടോ. ഇപ്രാവശ്യം വെള്ളം കയറുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വെള്ളം കയറിയിട്ടില്ല. നല്ല മഴ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും വലിയ തോതിൽ അങ്ങോട്ട് ഭാരതപ്പുഴയിൽ വെള്ളം കയറാത്തതുകൊണ്ടാണ് പട്ടാമ്പി പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം എത്താതിരുന്നത്. കുറേ കാലങ്ങളായിട്ട് പട്ടാമ്പിക്കാർ ആഗ്രഹിച്ച ഒരു പാലം കൂടിയാണ്. പുതുതായിട്ടൊരു പാലം വേണം എന്നുള്ളത്. ഏകദേശം 500 മീറ്റർ ഡിഫറൻസിലാണ് ഈ 2 പാലം ഉണ്ടാവുക കേട്ടോ. പഴയ പാലത്തിൻ്റെ നോക്കിയാൽ നിങ്ങൾ ഗതാഗതക്കുരുക്കാണ്, നല്ല ഗതാഗതക്കുരുക്ക് തന്നെ. കാരണം ഇത് മെയിൻ റോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷൊർണൂർ പട്ടാമ്പിയിൽ നിന്ന് പിന്നെ നേരെ ഗുരുവായൂർ, അതുപോലെ തന്നെ പൊന്നാനി, കുറ്റിപ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണിത്. അതിൻ്റെ തിരക്ക് അത്യാവശ്യം ഈ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ബദലായിട്ടൊരു പുതിയ പാലം വരും ചെയ്യും, കുറച്ചുകൂടി ഹൈറ്റ് കൂടും. 2 വരിയാണ് വരുന്ന പാലം. അതുപോലെ തന്നെ പഴയ പാലം നോക്കിയാൽ നിങ്ങൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാ ജംഗ്ഷനിലും തിരക്കാണ്. ഈ 3 കോടി ജംഗ്ഷനാണ്. അവിടുന്ന് വന്നിട്ട് പിന്നീട് നേരെ ഇവിടെ നല്ല തിരക്കിനുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം നിർമ്മിക്കുന്ന സമയത്ത് ഇത്ര വാഹനം ഉണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം പാലം നിർമ്മാണം തുടങ്ങി ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം വാഹനങ്ങളാണ് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനനുസരിച്ചുള്ള റോഡിൻ്റെ വീതി ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം വന്നുകൊണ്ടിരിക്കും. ഇപ്പം പല സ്ഥലത്തും റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വീതി കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ BMBC നിലവാരത്തിലാണ് നമ്മൾ റോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഈ ഭാഗത്തുള്ള പണി നടന്നിട്ടുണ്ട്. ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പൈലിങ്ങിൻ്റെ വർക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒറ്റത്തൂണിലാണ് ഈ പാലം കടന്നു പോകുന്നത്. പഴയ പാലത്തിനേക്കാളും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്ക്, തൂണുകളുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേർഡർ ലോഞ്ചിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രമേ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുള്ളൂ. പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ മാത്രം പോരാ, ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളും കഴിയാനുണ്ട്. പല സ്ഥലത്തും പാലത്തിൻ്റെ പണികൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇനിയും നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് കുമ്പിടി പാലം, അതിൻ്റെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് താൽക്കാലികമായിട്ട് പല സ്ഥലത്തും പണികൾ വൈകുന്നുമുണ്ട്. ഞാനിപ്പോൾ കേരളത്തിൻ്റെ റോഡുകളെക്കുറിച്ചും പാലങ്ങളെക്കുറിച്ചും ഏകദേശം 2300ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ വന്ന ഒരു വീഡിയോ ഈ പട്ടാമ്പി കുളപ്പുള്ളി റോഡിനെ കുറിച്ചുള്ളതായിരുന്നു. 2023 ഒക്ടോബർ 21 ഞാൻ ഫസ്റ്റ് ഈ ഭാഗത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നെഗറ്റീവ് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നതിന് കുറച്ച് മുൻപായിട്ട് നമ്മളെ പ്രശസ്ത വ്ളോഗർ ഉണ്ടല്ലോ സുജിത് ഭക്തൻ ഈ ഭാഗത്തൂടെ യാത്ര ചെയ്ത സമയത്ത് അന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് കുറച്ച് ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വന്നത് കേട്ടോ. പക്ഷെ അതൊന്നും സാരമില്ല, കുഴപ്പമൊന്നുമില്ല, റോഡിൻ്റെ പ്രശ്നങ്ങളല്ലേ. ഇപ്പം എന്തായാലും വർക്കുകൾ പട്ടാമ്പി ടൗണിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. റോഡ് വീതി കൂട്ടിയിട്ടുണ്ട്, ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാമ്പി ടൗൺ ഇപ്പോഴും നല്ല തിരക്ക് തന്നെ കേട്ടോ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര തിരക്ക് തന്നെയാണ്. ഇവിടെ ശരിക്കും ഡിവൈഡറൊക്കെ വരണം, എന്നാൽ മാത്രമേ ഈ തിരക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഇത്രയൊന്നും വീതി പോലെ, ഇതിനേക്കാളും കുറച്ചുകൂടി വീതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പട്ടാമ്പിത്തെ കാര്യത്തിന് ഒരു പരിഹാരമുള്ളൂ. കാരണം അത്രത്തോളം വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത്. ഷൊർണൂർ പെരിന്തൽമണ്ണ, ഷൊർണൂർ പെരുമ്പിലാവ്, കുറ്റിപ്പുറം, പൊന്നാനി ഒക്കെ ഈ റോഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ തിരക്കാണ് ഈ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
റോഡിന്റെ ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു, കുറച്ച് ഭാഗത്തുള്ള ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അതിനോടനുബന്ധിച്ച് ഇവിടെ കച്ചവട സ്ഥാപനങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് കച്ചവട സ്ഥാപനങ്ങൾക്ക് ജനങ്ങൾക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ ഏകദേശം 1 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്നുള്ളത്. അന്ന് ഇവിടെ റോഡിന്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരുന്നു. അന്ന് വന്ന സമയത്ത് നമ്മൾ ഈ പട്ടാമ്പി ടൗണിലിരുന്ന് വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അന്നൊക്കെ നല്ല പൊടിശല്യമായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം ടാറിങ്ങിന്റെ വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഡ്രൈനേജിന്റെ ഒരു വർക്കാണ് കാര്യമായിട്ട് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത പട്ടാമ്പി കൊളപ്പള്ളി റോഡിന്റെ ഫുൾ ഡ്രോൺ ഷോട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അധികം ഡ്രോൺ ഷോട്ട് ഉൾപ്പെടുത്താത്തത്. ഇനി അടുത്ത കാര്യമായിട്ടൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഏറെ ചർച്ചയായ ഒരു സ്ഥലം തന്നെയാണ്. കാരണം കഴിഞ്ഞ മഴക്കാലത്ത് ഓങ്ങല്ലൂർ ഭാഗത്ത് ഒരു ചെറിയ തോടുണ്ട്. ആ തോടിന് കുറുകെ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന അന്ന് താൽക്കാലികമായിട്ട് റോഡ് താഴത്തുകൂടെ പാടത്തുകൂടെ ഇറക്കിയിട്ട് ഇങ്ങനെ വിട്ടിരുന്നു കേട്ടോ. പിന്നീട് ശക്തമായ മഴയും അതുപോലെ തന്നെ തോട്ടിൽ വെള്ളം കയറിയിട്ട് ആ ഭാഗം പൊളിഞ്ഞിരുന്നു. പിന്നീട് ശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം രണ്ട് ഭാഗത്തേക്ക് വാഹനം കടന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ വരെ വന്നിട്ട് വാഹനങ്ങൾ തിരിച്ചു പോക്കിയിരുന്നു. ഇപ്പം എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇനി നടക്കാനുണ്ട്. കാരണം മഴയായി കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകണം. അതിന് ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വീണ്ടും കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കട്ടകൾ പതിക്കുന്നൊക്കെ ഉണ്ട് സൈഡിലിട്ട്. അതൊക്കെ നമ്മളിനി കാണാൻ പോകുന്നുള്ളൂ. മഞ്ഞളുങ്ങൽ കഴിഞ്ഞിട്ടാണ് ഓങ്ങല്ലൂർ ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ. ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പഴയ റോഡാണ് ഈ ഇടതുഭാഗത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് നിർമ്മിച്ച റോഡ് മറുഭാഗത്തും ഉണ്ട്. പാലം കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗത യോഗ്യമായിരിക്കുകയാണ് റോഡ്. വളരെ അതിമനോഹരമായ പാടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഓങ്ങല്ലൂർ ഭാഗത്തുള്ള ഈ റോഡ് കടന്നു പോകുന്നത് കേട്ടോ. നോക്കി നിന്ന് തോട്ടിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. മഴയായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടി വന്ന സമയത്താണ് ഈ ഭാഗത്ത് താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന റോഡ് പൊളിഞ്ഞു പോയതൊക്കെ കേട്ടോ. എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നോക്കിയ വാഹനങ്ങളൊക്കെ എന്ത് സുഖമായിട്ട് കടന്നു പോകുന്നു. വളരെ മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ പച്ചപ്പ് ഇങ്ങനെ കാണണം ഫുള്ളായിട്ട്. അല്ലെങ്കിൽ തന്നെ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഇഷ്ടംപോലെ നെൽപ്പാടങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. അതിൻ്റെ മനോഹാരിത ശരിക്കും ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ വീണ്ടും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഇവിടെ ചെറിയ പ്രശ്നം കാണുന്നുള്ളൂ. കാരണം മഴ വരുന്ന സമയത്ത് ഈ ചെറിയ ഇറക്കമുള്ള ഭാഗത്ത് വെള്ളം ഇങ്ങനെ വന്നിട്ട് താഴത്ത് വെള്ളം കൂടി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വിഷയം ഈ ഭാഗത്തുണ്ട്. എന്നാലും പണികളൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഭാഗത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും 2023 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ മെച്ചമായിട്ടാണ്. നല്ല മാറ്റം തന്നെ. 2023 2024 കാലഘട്ടത്തിലൊന്നും ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായിരുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ കുഴികളായിരുന്നു. പിന്നീട് പണികൾ ആരംഭിച്ച് അതിനോടനുബന്ധിച്ചുള്ള കുറേ പ്രശ്നങ്ങളും പൊടിശല്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സൈഡിലൊക്കെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്ത്. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടൊരു സ്കൂൾ വരുന്നുണ്ട്. സ്കൂളിൻ്റെ ആ ഭാഗത്തായിട്ട് ഇൻ്റർലോക്കിൻ്റെ വർക്കും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊന്നും ഡ്രൈനേജ് ഉണ്ടാകും തോന്നില്ല. ഡ്രൈനേജിൻ്റെ വർക്കൊന്നും ഈ ഭാഗത്ത് ആരംഭിച്ചില്ല. കാരണം ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞ ഇൻ്റർലോക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് നടപ്പാതയാണ്. നടപ്പാതേൻ്റെ ഭാഗത്തായിട്ടാണ് ഇൻ്റർലോക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മിക്കവാറും കൈവരികളൊക്കെ വരികയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. പല സ്ഥലത്തും ഇതേമാതിരി മലയോര ഹൈവേ അതുപോലെ തന്നെ കടന്നു പോകുന്ന ഭാഗങ്ങളിലൊക്കെ അങ്ങാടികളിൽ ഇതേപോലെ കട്ടകൾ പതിച്ചിട്ട് സൈഡിൽ കൈവരികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആ അങ്ങാടിക്ക് മനോഹാരിത കൂട്ടുന്നതുമാണ്. കുറച്ചുകൂടി സേഫാണ്. കാരണം ജനങ്ങളൊന്നും പെട്ടെന്ന് റോട്ടിലേക്ക് ഇറങ്ങുകയില്ല. അതിനനുസരിച്ചുള്ള സീബ്ര ലൈനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗമുണ്ട്, ഇതൊക്കെ ഒരു പാടത്തു കൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വലിയ വലിയ കുഴികളായിരുന്നു. ആ കുഴികളൊക്കെ എന്തായാലും പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്ത്. അപ്പോൾ വാഹനങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ഓടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം വരുന്നത്. ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്ത ആളുകൾ ഒരിക്കലും മറക്കുകയില്ല വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ്. കാരണം ട്രെയിന് കടന്നു പോകുന്ന സമയത്ത് ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് നല്ല ഗതാഗത കുരുക്കൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ റെയിൽവേ മേൽപ്പാലം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ റെയിൽവേ മേൽപ്പാലം വന്നോട് കൂടിയിട്ട് വളരെയധികം ശോകമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഓർമ്മകളായിരിക്കുന്ന റെയിൽവേ ഗേറ്റ് കേട്ടോ. അടച്ചിരിക്കുകയാണ്. ഇതിൽ കൂടെ റെയിൽവേ ഗേറ്റ് ഇല്ല. റെയിൽവേ ഗേറ്റിന് പകരമായിട്ട് നമ്മളെ റെയിൽവേ മേൽപ്പാലം തുറന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് നടപ്പാതയുണ്ട്, അതുപോലെ തന്നെ 2 വരി പാതയാണ്. പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് വാഹനങ്ങൾ മുകൾ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിനു മുൻപ് ഞാനൊരു കമൻറ്റ് വായിച്ചിരുന്നു, നമ്മളെ വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം മാതിരിയാണോ എന്നുള്ളത്, ബോസ്ട്രിങ് ആർച്ച് ആണോ എന്നുള്ളത്. ബോസ്ട്രിങ് ആർച്ച് അല്ലത്, പക്ഷേ ഇത് പൂർണ്ണമായിട്ട്
സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൂണും അതുപോലെ തന്നെ ഗേർഡറുകളൊക്കെ പൂർണ്ണമായിട്ട് സ്റ്റീൽ തന്നെയാണ്. എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു കോണി സ്റ്റെപ്പുകൾ പണിയാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാളാനംകുറിശി റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ മറുഭാഗത്തോട്ടോ. ഇവിടെയൊക്കെ നല്ല തിരക്കുകളായിരുന്നു. ഈ റെയിൽവേ ഗേറ്റ് ഇങ്ങോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നല്ല റഷ് തന്നെയായിരുന്നു. ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ വളരെയധികം സജീവമായിരുന്നു. കാരണം ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അധികം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ആ റോഡ് വളരെ ഒരു ശോകം തന്നെയാണ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ട് വേണം. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി കഴിഞ്ഞോട് കൂടിയിട്ട് ആ ചെറിയൊരു സ്ഥലം കച്ചവട സ്ഥാപനമായിട്ട് നിന്നിരുന്ന കുറേ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നേരിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ പല ഭാഗങ്ങളിലും പാലങ്ങൾ വരുന്ന സമയത്തും ബൈപ്പാസുകൾ വരുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ അങ്ങാടികൾ ഉറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇനി റെയിൽവേ ഗേറ്റ് ക്ലോസ് ഇല്ല, സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയില്ല, പട്ടാമ്പി എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലമാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ ഒരു പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഈ വാളാനംകുറിശി റെയിൽവേ മേൽപ്പാലം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ തട്ടുകൾ പതിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെയൊക്കെ വാഹനങ്ങൾ ഈ പണി നടക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി നടക്കാനുള്ള ലൈൻ മാർക്കിങ്ങും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളുമാണ്. അങ്ങനെ പട്ടാമ്പി വികസന പാതയിലെ കുതിക്കുകയായിട്ടോ. കാരണം ഒരു പാലത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാളാനംകുറിശി റെയിൽവേ മേൽപ്പാലം ഓപ്പണായി. അതുപോലെ തന്നെ പട്ടാമ്പി കൊളപ്പള്ളി റോഡിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് വർക്കുകൾ മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.